Good evening to all. Calicut University 5th Sem Income Tax Law and Accounts-ലെ ഇൻകം ഫ്രം സാലറീസ് എന്ന് പറഞ്ഞിട്ടുള്ള 4th ചാപ്റ്റർ നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് പാർഷ്യലി ടാക്സബിൾ അലോവൻസസിലെ ഹൗസ് റെൻറ്റ് അലോവൻസസിലെ പ്രോബ്ലംസ് ആണ് കേട്ടോ. അതെന്താണെന്നും എങ്ങനെയാണ് അതിൻ്റെ ഫോർമാറ്റ് എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ നോട്ട്സ് ഞാൻ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് പ്രോബ്ലവും അതുപോലെ തന്നെ അതിൻ്റെ നോട്ട്സൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ കയറുക. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് DPയുടെ താഴെയായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ടെലഗ്രാമിലെ ലിങ്ക്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ടെലഗ്രാം ഓപ്പൺ ആവുന്നതായിരിക്കും. ഓക്കെ, എനിവേ ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, മിസ്റ്റർ അരവിന്ദ് എ ബാങ്ക് എംപ്ലോയി ഈസ് നൗ വർക്കിംഗ് അറ്റ് മുംബൈ. ഹിസ് പെർട്ടിക്കുലേഴ്സ് ഓഫ് ഇൻകം ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയർ ആർ ഗിവൺ ബിലോ. അപ്പോൾ ഈ ഒരു പാർഷ്യലി ടാക്സബിൾ അലവൻസസിൽ ഹൗസ് റെൻ്റ് അലവൻസസിൽ നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? എക്സംപ്റ്റഡ് എമൗണ്ടും അതുപോലെ തന്നെ ടാക്സബിൾ എമൗണ്ടും, അതായത് എത്ര എമൗണ്ട് നമുക്ക് ടാക്സ് കൊടുക്കണം അല്ലെങ്കിൽ എത്ര എമൗണ്ട് നമുക്ക് ടാക്സ് കൊടുക്കണ്ട, അതാണ് നമുക്ക് ഈ ഒരു ഹൗസ് റെൻ്റ് അലവൻസസിൽ നമുക്ക് കാണാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. ഓക്കെ, കഴിഞ്ഞ അരവിന്ദ് ഒരു ബാങ്ക് എംപ്ലോയി ആണ്. അപ്പോൾ അവരുടെ പ്രീവിയസ് ഇയറിലെ ഇൻകത്തിൻ്റെ ഒരു കണക്കാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് ബേസിക് പേ എന്ന് പറയുമ്പോൾ 1,50,000 രൂപയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഡിയർനെസ് അലവൻസസ് ₹30,000 അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഈ ഒരു സാലറിയിൽ നമ്മൾ അത് എന്ത് ചെയ്യണം, പ്ലസ് ചെയ്യണം. പിന്നെ കമ്മീഷൻ അറ്റ് അറ്റ് 3% ഓഫ് ടേൺ ഓവർ അച്ചീവ്ഡ് ബൈ ഹിം ₹5 lakh, 5 ലക്ഷം രൂപ. അതായത് 5 ലക്ഷത്തിൻ്റെ 5% ആണ് കമ്മീഷൻ അവന് കിട്ടിയിട്ടുള്ളത്. HRA റിസീവ്ഡ്, ഹൗസ് റെൻ്റ് അലവൻസസ് റിസീവ്ഡ് 30,000, 30,000. ഡിറ്റർമൈൻ ദി ടാക്സബിൾ എമൗണ്ട് ഓഫ് HRA ഇഫ് ദി ആക്ച്വൽ റെൻറ്റ് പെയ്ഡ് ബൈ ഹിം ഫോർ ദി ഹൗസ് ഓക്യുപ്പൈഡ് ബൈ ഹിം ഡ്യൂറിങ് ദ ഇയർ വാസ് 45,000. അതായത് നമ്മളോട് എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? ടാക്സബിൾ എമൗണ്ട് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അയാൾ പ്രീവിയസ് ഇയറിൽ കൊടുത്തിട്ടുള്ള റെൻറ്റ് എത്രയാണ്? 45,000 രൂപയാണ്. അപ്പോൾ ടാക്സബിൾ എമൗണ്ട് കാണണം. അപ്പോൾ ഈ ടാക്സബിൾ എമൗണ്ട് കാണുമ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ എക്സംപ്റ്റഡ് എമൗണ്ടും കാണും. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. എക്സാമിനൊക്കെ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കതിൻ്റെ വീഡിയോയിലോട്ട് കടക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ബേസിക് പേ എന്ന് പറയുന്നത് 1,50,000 ആണ്. ഡിയർനെസ് അലവൻസ് 30,000. പിന്നെ കമ്മീഷൻ അറ്റ് ₹5 ലക്ഷത്തിൻ്റെ 3%. ഓക്കെ, HRA റിസീവ്ഡ്, ഹൗസ് റെൻ്റ് അലവൻസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഒരു വർഷത്തിൽ 30,000 രൂപ. അവരടച്ചിട്ടുള്ള റെൻറ്റ് എന്ന് പറയുമ്പോൾ 45,000 രൂപ. നമുക്ക് കാണാനുള്ളത് ടാക്സബിൾ എമൗണ്ട് ആണ്. ഓക്കെ, പിന്നെ ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, മിസ്റ്റർ അരവിന്ദ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? മുംബൈയിലാണ്. സോ മേജർ സിറ്റിയിലാണ് അരവിന്ദ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മുംബൈയിലാകുമ്പോൾ 50% ഓഫ് സാലറിയാണ് നമ്മൾ കാണേണ്ടത്. അതർ പ്ലേസിലാകുമ്പോൾ 40%, മേജർ സിറ്റിയിലാകുമ്പോൾ 50%. അത് ഞാൻ നേരത്തെ പറയാൻ മറന്നതാട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് ആദ്യം സാലറി കാണണം. ഓക്കെ, സാലറി കാണുക എന്ന് പറയുമ്പോൾ ഇവിടെ ബേസിക് പേയും ഡിയർനെസ് അലവൻസസും കമ്മീഷനും തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് സാലറി കാൽക്കുലേറ്റ് ചെയ്യണം. സാലറി കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്ത്, അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ എന്തെടുക്കുന്നത്, ഡിയർനെസ് അലവൻസസ് DA എടുക്കുന്നത്. അതുപോലെ തന്നെ കമ്മീഷൻ്റെ കേസിൽ ടേൺ ഓവർ അച്ചീവ്ഡ് ബൈ ഹിം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്തെടുക്കുന്നത്, ഈ കമ്മീഷനും എടുക്കുന്നത്. ഇത് രണ്ടും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് എന്ത് ചെയ്യില്ല, എടുക്കില്ല. ഓക്കെ, നമ്മൾ വരുന്ന പ്രോബ്ലംസിൽ ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം എന്ത് ഡിയർനെസ് അലവൻസസും കമ്മീഷനും എടുത്താൽ മതി. ഓക്കെ, എനിവേ നമുക്ക് പ്രോബ്ലത്തിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ എമൗണ്ട് എന്ന് ഹെഡിങ് കൊടുക്കുക. കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഹെഡിങ് കൊടുത്തു. ഇതാണത്. അപ്പോൾ നമ്മുടെ ഫോർമാറ്റിൽ നമ്മൾ ആദ്യം എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, HRA ആക്ച്വലി റിസീവ്ഡ്, ഹൗസ് റെൻറ്റ് അലവൻസസ് ആക്ച്വലി റിസീവ്ഡ്, അതായിരുന്നു ആദ്യം എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ HRA ആക്ച്വലി റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ളത് 30,000 ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുക, 30,000 ഇങ്ങോട്ടെടുത്ത് എഴുതുക. പിന്നെ റെൻറ്റ് പെയ്ഡ് ഇൻ എക്സസ് ഓഫ് 10% ഓഫ് സാലറി, അതായത് നമ്മൾ കൊടുത്ത റെൻറ്റിൽ നിന്നും സാലറിയുടെ 10% എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. അതാണത്. ഓക്കെ, റെൻറ്റ് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര രൂപ റെൻറ്റ് കൊടുത്തിട്ടുള്ളത്? 45,000 രൂപയാണ് റെൻറ്റ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതിൽ നിന്നും സാലറിയുടെ 10% കാണാം. ആദ്യം സാലറി നമുക്ക് എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. സാലറി കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ബേസിക് പേ, ഡിയർനെസ് അലവൻസസ്, കമ്മീഷൻ, ഇത് മൂന്നും കൂടെ പ്ലസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് സാലറി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് സാലറി എന്ന് പറയുന്നത്. ഓക്കെ, സാലറി എന്ന് പറയുമ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്ത്,
ബേസിക് സാലറി 1,50,000 ആണ്. ബേസിക് സാലറി 1,50,000. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഡിയർനെസ് അലവൻസസ് 30,000. ഓക്കെ, ഡിയർനെസ് അലവൻസസ് 30,000 അവിടെ എന്ത് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ഡിയർനെസ് അലവൻസസ് 30,000. പിന്നെ കമ്മീഷൻ അറ്റ് 3% ടേൺ ഓവർ അച്ചീവ്ഡ് ബൈ ഹിം. 5,00,000-ൻ്റെ 3% എന്താ പറയുന്നത്, കമ്മീഷൻ എന്ന് പറയുന്നത്. 5,00,000-ൻ്റെ 3% എന്ന് പറയുമ്പോൾ 15,000 രൂപ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്താൽ 1,95,000 കിട്ടും. ഈ 1,95,000 അല്ലല്ലോ നമുക്ക് വേണ്ടത്, 10% ഓഫ് സാലറിയാണ് വേണ്ടത്. ഇതാ, റെൻറ്റ് പെയ്ഡ് ഇൻ എക്സസ് ഓഫ് 10% ഓഫ് സാലറി. റെൻറ്റ് കൊടുത്തതിൽ നിന്നും സാലറിയുടെ 10% മൈനസ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സാലറിയുടെ 10% കാണണം. 10% ഓഫ് സാലറി ഈക്വൽ ടു 1,95,000 ഇൻറ്റു 10 ഡിവൈഡ് ബൈ 100, 19,500 രൂപയാണ് ഈ 1,95,000-ൻ്റെ 10% എന്ന് പറയുന്നത്. ശതമാനം കാണാനൊന്നും പറയുന്നുണ്ടല്ലോ എങ്ങനെയാണെന്നും. ഓക്കെ, 19,500. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, റെൻറ്റ് പെയ്ഡ് ഇവിടെ 45,000 ആണല്ലോ. സോ ഈ 45,000-ൽ നിന്നും 19,500 മൈനസ് ചെയ്യണം. അപ്പോൾ 25,500 കിട്ടും. ഓക്കെ, ഇതാണ് എന്ത്, റെൻറ്റ് പെയ്ഡ് ഇൻ എക്സസ് ഓഫ് 10% ഓഫ് സാലറി എന്ന് പറയുന്നത്. ഓക്കെ, 25,500. ഇനി ഇവർ പറഞ്ഞിട്ടുണ്ട് ഇയാൾ എവിടെയാണ് താമസിക്കുന്നത്, മുംബൈയിലാണ് താമസിക്കുന്നത്. മുംബൈയിൽ താമസിക്കുമ്പോൾ 50% ഓഫ് സാലറിയാണ് വരിക. അതായത് സാലറിയുടെ 50%. സാലറിയുടെ 50% എന്ന് പറയുമ്പോൾ ഇതാ 50% ഓഫ് സാലറി 1,95,000-ൻ്റെ 50% ആണ് എത്ര, 97,500 എന്ന് പറയുന്നത്. സോ ഇതാ 50% ഓഫ് സാലറി ഈക്വൽ ടു 1,95,000 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 97,500. ഓക്കെ, ഇതാണ് ഒരു കമ്പ്യൂട്ടേഷൻ ഓഫ് HRA അലവൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മളോട് എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, ഡിറ്റർമൈൻ ദി ടാക്സബിൾ എമൗണ്ട്. ടാക്സബിൾ എമൗണ്ട് ആണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ടാക്സബിൾ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ടാക്സബിൾ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം എക്സംപ്റ്റഡ് എമൗണ്ട് കിട്ടണം. എക്സംപ്റ്റഡ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൽ ഏറ്റവും ചെറിയ എമൗണ്ട് ആണ് എന്ത്, എക്സംപ്റ്റഡ് എമൗണ്ട് എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും ചെറിയ എമൗണ്ട് ഏതാ, 25,500. ഓക്കെ, ഇതാണ് എന്ത്, എക്സംപ്റ്റഡ് എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, എക്സംപ്റ്റഡ് എമൗണ്ട് നമുക്ക് കിട്ടി, ഏറ്റവും ചെറിയ എമൗണ്ട്. പിന്നെ ടാക്സബിൾ എമൗണ്ട് എന്ന് പറഞ്ഞാൽ HRA ആക്ച്വലി റിസീവ്ഡിൽ നിന്നും എക്സംപ്റ്റഡ് എമൗണ്ട് മൈനസ് ചെയ്യുന്നതാണ് എന്ത് പറയുന്നത്, ടാക്സബിൾ എമൗണ്ട് എന്ന് പറയുന്നത്. അതായത് 4,500. HRA ആക്ച്വലി റിസീവ്ഡ് എന്ന് പറയുമ്പോൾ 30,000 രൂപ. ഓക്കെ, പിന്നെ ടാക്സ് എക്സംപ്റ്റഡ് എമൗണ്ട് എന്ന് പറയുമ്പോൾ 25,500 രൂപ. അതിൽ നിന്നും മൈനസ് ചെയ്യുക, ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്താൽ, ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്താൽ, ഇത് രണ്ടും കൂടെ വെച്ചാൽ ഇതല്ല കേട്ടോ, ഏറ്റവും ചെറിയ എമൗണ്ടാണ് എക്സംപ്റ്റഡ്. അപ്പോൾ ആ എക്സംപ്റ്റഡ് എമൗണ്ട് HRA ആക്ച്വലി റിസീവ്ഡിൽ നിന്നും മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത് പറയുന്നത്, ടാക്സബിൾ എമൗണ്ട് 4,500. അതിൻ്റെ ഒരു ഷോർട്ട് നോട്ടാണത്. ഏറ്റവും ചെറിയ എമൗണ്ടാണ് എന്ത്, എക്സംപ്റ്റഡ് എമൗണ്ട്. ആക്ച്വൽ ഹൗസ് റെൻറ്റ് അലവൻസിൽ നിന്നും എക്സംപ്റ്റഡ് എമൗണ്ട് മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് ടാക്സബിൾ എമൗണ്ട്. മനസ്സിലായോ? എനി ഡൗട്ട്സ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്കൊരു നെക്സ്റ്റ് പ്രോബ്ലം കൂടെ നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത് ഇതാണ്. മിസ്റ്റർ ടോമി ഈസ് നൗ വർക്കിംഗ് അറ്റ് കൊച്ചി ഓൺ എ സാലറി ഓഫ് ₹6,000 per month. The employer allows him an HRA house rent allowance of ₹600 per month. However, the actual rent paid by the employee is $800 per month. Calculate his taxable of house rent allowances. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, ഇവിടെ എല്ലാതും പെർ മന്തിലാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 6,000 രൂപയാണ് അയാളുടെ ഒരു മാസത്തെ സാലറി. അതുപോലെ തന്നെ 600 രൂപയാണ് അയാൾക്ക് കൊടുക്കുന്ന ഹൗസ് റെൻറ്റ് അലവൻസസ് ഒരു മാസത്തിൽ. 800 രൂപയാണ് അയാൾ കൊടുക്കുന്ന ഒരു മാസത്തെ വാടക. അങ്ങനെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം അത് എന്ത് ചെയ്യണം, 12 മാസത്തിലോട്ട് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ ഒരു വർഷത്തെ നമ്മളത് കാണണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലം നോക്കാം നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചധികം മനസ്സിലാവും. പിന്നെ ഇതിൽ കൊച്ചിയിലാണ് അയാൾ എന്ത് ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നത്. സോ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ എങ്ങനെയായിരുന്നു, മുംബൈയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 50% ഓഫ് സാലറി ആയിരുന്നു. പക്ഷേ ഇവിടെ എന്താണ്, 40% ഓഫ് സാലറിയാണ്. പിന്നെയാണെങ്കിൽ ഇതിൽ അഡീഷണൽ ആയിട്ടുള്ള ഐറ്റംസ് ഒന്നുമില്ല. അതായത് സാലറീൻ്റെ കൂടെ ആഡ് ചെയ്യാനുള്ള ഡിയർനെസ് പേയോ ഡിയർനെസ് അലവൻസസോ കമ്മീഷനോ ഒന്നും തന്നെ ഇല്ല. ഇവിടെ ആകെ ബേസിക് സാലറി മാത്രമേ ഉള്ളൂ കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്ക് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഞാൻ നേരത്തെ വായിച്ചു തന്നിട്ടുണ്ടായിരുന്നു, എന്നാലും ഒന്നുകൂടെ പറയാം.
അതായത് മിസ്റ്റർ ടോം വർക്ക് ചെയ്യുന്നത് കൊച്ചിയിലാണ്. അയാളുടെ ഒരു മാസത്തെ സാലറി എന്ന് പറയുന്നത് 6000 രൂപയാണ്. അപ്പോൾ ഒരു വർഷത്തെ സാലറി എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 6000 × 12. ഓക്കെ. അതുപോലെ തന്നെ ഹൗസ് റെൻറ്റ് അലവൻസസ് അവർക്ക് അലോ ചെയ്തിട്ടുള്ളത് 600 രൂപ ഒരു മാസമാണ്. അപ്പോൾ എത്രയായിരിക്കും? ടോട്ടൽ എന്ന് പറയുന്നത് 600 × 12. ഓക്കെ. അതുപോലെ തന്നെ അയാൾ ഒരു മാസം കൊടുക്കുന്ന റെൻറ്റ് എന്ന് പറയുന്നത് ഒരു മാസം 800 രൂപയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു വർഷത്തിന് എത്രയായിരിക്കും? 800 × 12. അപ്പോൾ എമൗണ്ട് ഒന്നും ഇവിടെ ഡയറക്റ്റ് തന്നിട്ടില്ല, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ. അപ്പോൾ ആദ്യം നമുക്ക് ഫോർമാറ്റ് ഒന്ന് നോക്കാം. ഇവിടെ കൊച്ചിയിലാണ്, സോ 40% ആണ്. എനിവേ നമുക്ക് ഫോർമാറ്റ് HRA ആക്ച്വലി റിസീവ്ഡ്. HRA എന്ന് പറയുമ്പോൾ ഹൗസ് റെൻറ്റ് അലവൻസസ് ആക്ച്വലി റിസീവ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു 600 രൂപയാണ് അയാൾക്ക് ഒരു മാസം കൊടുക്കുന്നത്. അങ്ങനെ 12 മാസമുണ്ട്. അപ്പോൾ 600 × 12 = 7200. ഓക്കെ, മനസ്സിലായില്ല ഇതെങ്ങനെയാണ് വന്നതെന്ന്? 600 ഒരു മാസത്തെയാണ്. അങ്ങനെ നമുക്ക് 12 മാസമാണ് ഒരു വർഷത്തിലുള്ളത്. ഒക്കെ അറിയുന്ന കാര്യമല്ലേ. അപ്പോൾ 600 × 12 7200. പിന്നെ റെൻറ്റ് പെയ്ഡ് ഇൻ എക്സസ് ഓഫ് 10% ഓഫ് സാലറി. അതായത് റെൻറ്റ് പെയ്ഡിൽ നിന്നും, നമ്മൾ അടച്ച റെൻറ്റിൽ നിന്നും, ഒരു വർഷം നമ്മൾ അടച്ച റെൻറ്റിൽ നിന്നും സാലറിയുടെ 10% എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അതായത് ഇവിടെ അയാൾ ഒരു മാസം 800 രൂപയാണ് റെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ 800 × 12 ടോട്ടൽ റെൻറ്റ് എന്ന് പറയുന്നത് 800 × 12 9600. ഓക്കെ, 9600 കിട്ടി. ഇനി സാലറിയുടെ 10% കാണാം. സാലറിയുടെ 10% കാണാൻ ആദ്യം നമുക്ക് സാലറി കാൽക്കുലേറ്റ് ചെയ്യണം. സാലറി കാൽക്കുലേറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു ഇവിടെ വേറെ അഡീഷൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. അതായത് DA പറഞ്ഞിട്ടില്ല, DP പറഞ്ഞിട്ടില്ല, കമ്മീഷൻ പറഞ്ഞിട്ടൊന്നുമില്ല. ഇവിടെ ആകെ പറഞ്ഞിട്ടുള്ളത് ബേസിക് സാലറി 6000 രൂപയാണ് അയാൾക്ക് ഒരു മാസം. അപ്പോൾ സാലറി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 6000 × 12. സാലറി 6000 × 12 എന്ന് പറയുമ്പോൾ 72000 കിട്ടും. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക കേട്ടോ. 72000 കിട്ടും. എന്നിട്ട് ഈ 72000-ൻ്റെ 10%, 72000-ൻ്റെ 10% എന്ന് പറയുമ്പോൾ 7200. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 9600-ൽ നിന്നും 7200 മൈനസ് ചെയ്യണം. 9600 പറയുമ്പോൾ റെൻറ്റ് പെയ്ഡ് ഇൻ എക്സസ് ഓഫ് റെൻറ്റ് പെയ്ത്, അതായത് 800 × 12. ഓക്കെ. പിന്നെ 7200 എന്ന് പറയുമ്പോൾ എന്താ? നമ്മുടെ സാലറിയുടെ 10%. അപ്പോൾ നമുക്ക് 2400 കിട്ടും. പിന്നെ 40% ഓഫ് സാലറി. 40% എങ്ങനെയാണ് വന്നത്? ഇയാൾ വർക്ക് ചെയ്യുന്നത് കൊച്ചിയിലാണെന്ന് ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 40%. അതല്ല വല്ല മുംബൈയിലോ ചെന്നൈയിലോ കൊൽക്കത്തയിലോ ആയിരുന്നെങ്കിൽ 50% ആകുമായിരുന്നു. അപ്പോൾ സാലറിയുടെ 40% എന്ന് പറയുമ്പോൾ 72000 × 40 ÷ 100 = 28800 കിട്ടും. ഓക്കെ, ഇതാണ് ആ ഒരു ഇതെന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി നമ്മളോട് എന്താ കാണാൻ പറഞ്ഞിട്ടുള്ളത്? കാൽക്കുലേറ്റ് ഹിസ് ടാക്സബിൾ HRA ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ടാക്സബിൾ HRA കാണണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് കാണണം? നമ്മൾ എക്സംപ്റ്റഡ് എമൗണ്ട് കാണണം, എന്നിട്ടാണ് ടാക്സബിൾ HRA കാണുക. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? എക്സംപ്റ്റഡ് എമൗണ്ട് എങ്ങനെയാണ് കാണുക? ഇതിൽ ഏറ്റവും ചെറിയ എമൗണ്ട് ആയിരിക്കും എക്സംപ്റ്റഡ് എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറിയ എമൗണ്ട് ഏതാ? 2400 ഏറ്റവും ചെറിയ എമൗണ്ട്. സോ ലീസ്റ്റ് എമൗണ്ട് ഓഫ് ₹2400 ഈസ് ദി എക്സംപ്റ്റഡ്. ഓക്കെ. പിന്നെ ടാക്സബിൾ എമൗണ്ട് എങ്ങനെയാണ് കാണുക? HRA ആക്ച്വലി റിസീവ്ഡിൽ നിന്നും എക്സംപ്റ്റഡ് എമൗണ്ട് മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്? ടാക്സബിൾ എമൗണ്ട്. അതായത് 7200 മൈനസ് 2400 = 4800. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ആൻസർ പറയുന്നത്. അപ്പോൾ നിങ്ങളെന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റായിട്ട് എമൗണ്ട്സ് ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. ഒരു മാസത്തെയാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ 12 മാസത്തെ കാണുക, എന്നിട്ട് ഫോർമാറ്റ് ചെയ്തിട്ട് നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ ചെയ്യും. ഓക്കെ, എക്സംപ്റ്റഡ് എമൗണ്ട് കാണാൻ ഏറ്റവും ചെറിയ എമൗണ്ട് എക്സംപ്റ്റഡ് എമൗണ്ട് എടുക്കുക. അതുപോലെ തന്നെ ടാക്സബിൾ എമൗണ്ട് കാണാൻ HRA ആക്ച്വലി റിസീവ്ഡിൽ നിന്നും എക്സംപ്റ്റഡ് എമൗണ്ട് മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്? ടാക്സബിൾ എമൗണ്ട് എന്ന് പറയുന്നത്. എനി ഡൗട്ട്സ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ 2 പ്രോബ്ലം കൂടെ അപ്ലോഡ് ചെയ്യും. ഓക്കെ, താങ്ക്